ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത് കള്ളപ്പണത്തിനും അഴിമതിക്കുമെതിരെ പോരാടാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എല്ലാ ബിനാമി ഇടപാടുകളും അന്വേഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. കള്ളപ്പണം നിയന്ത്രിക്കുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കും. രാജ്യത്തിനു വേണ്ടി കുടുംബം ത്യജിച്ചവനാണ് താൻ. കസേര കളയുന്നതിനും തനിക്ക് മടിയില്ല. ഒന്നും ചെയ്യാതെ ഇറങ്ങിപ്പോവുകയില്ല എന്നും മോദി പറഞ്ഞു. तकलीफ होगी, असुविधा होगी, कठिनाइयां होगी, ये मैंने पहले दिन कहा. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ജപ്പാൻ സന്ദർശന ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ വൈകിട്ടാണ് അവലോകന യോഗം ചേരുക. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രാലയത്തിലെയും റിസർവ് ബാങ്കിലെയും ഉന്നതോദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. നോട്ട് പ്രതിസന്ധി മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ യോഗം വിലയിരുത്തും. നോട്ട് വിതരണം വേഗത്തിലാക്കാനുള്ള നടപടികളും ചർച്ചയാകും. ബാങ്കുകളിൽ ആവശ്യത്തിന് കറൻസികൾ എത്താത്തതിൽ പ്രധാനമന്ത്രിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന. അതേസമയം പാർലമെന്റ് ശീതകാല സമ്മേളനം ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിനെതിരെ അപ്രതീക്ഷിതമായി ലഭിച്ച ആയുധം ഏതു വിധേനയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളിൽ അനൈക്യം നിലനിൽക്കുന്നു. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ പ്രതിഷേധം വാർത്താസമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നോട്ടുമാറലിലും ഒതുങ്ങി. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വിവരിച്ച് വിഷയം സജീവമാക്കി നിർത്തുമ്പോഴും വേണ്ടത്ര പിന്തുണ മറ്റു പാർട്ടികളിൽ നിന്നും കിട്ടുന്നില്ല. കേന്ദ്ര നീക്കത്തെ JDU പിന്തുണയ്ക്കുമ്പോൾ BJD, AIADMK, DMK എന്നീ പാർട്ടികളിൽ അവ്യക്തത തുടരുന്നു. അതേസമയം NDA ഘടകകക്ഷിയായ ശിവസേന സർക്കാരിനെതിരെ രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ഗുരുനാനാക്ക് ജയന്തി പ്രമാണിച്ച് തിങ്കളാഴ്ച ഡൽഹിയിൽ ബാങ്കുകൾക്ക് അവധിയാണ്. ഭൂരിഭാഗം ATMകളും അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ബാങ്ക് അവധി ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 100 രൂപ നോട്ടുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ATMകളിൽ നിറയ്ക്കുന്നുണ്ടെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിയാവുന്നതെല്ലാം ബാങ്കുകൾ ചെയ്യുന്നുണ്ടെന്നും കരോൾ ബാഗ് ഫെഡറൽ ബാങ്ക് മാനേജർ ബൈജു ജോൺ പറഞ്ഞു. നമുക്ക് 100 നോട്ട് മാത്രമേ ATMൽ ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ലോഡ് ചെയ്താലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോവുകയാണ്. നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം 5-ാം ദിവസവും നഗരത്തിൽ ബാങ്കുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ തുടരുകയാണ്. പുതിയ നോട്ടുകളുമായി ATMകൾ സാധാരണ നിലയിലെത്താൻ 1 മാസമെങ്കിലും വേണ്ടി വന്നേക്കും. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.